പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നോക്കൂ, വിശ്വാസം എന്താണ്? അതാണ് പ്രതീക്ഷിക്കുക, ആശ്രയിക്കുക, അതായത് ലഭിക്കുമെന്നുള്ളതാണ്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമ്മൾ യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഹല്ലേലൂയ. എന്നാൽ നിർജീവമായതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരിക്കലും സാധിക്കാത്ത വിഷയത്തിൽ ആശയോടെ വിശ്വസിച്ച നല്ലൊരു അബ്രഹാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ 15-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ അരുളി ചെയ്തത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതായത് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമശ്കേക്കുകാരനായ ഈ എല്യാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശി ആകെയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവൻ അവനെ നീതിയായി കണക്കിട്ടു. നോക്കൂ പ്രിയ മക്കളെ, വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ അങ്ങനെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിലാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. വളരെ അനുസരണത്തോടെ അബ്രഹാം എല്ലാം വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ ഇതെന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. അവിടെയാണ് പ്രിയ മക്കളെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതിൻ്റെ മാഹാത്മ്യം കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയും 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. നോക്കൂ, വിശ്വാസത്തിൽ ക്ഷീണിക്കുമ്പോഴാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ പലതും നടക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള
ഒരു സ്ത്രീയെ നമുക്ക് ഹല്ലേലൂയ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. പ്രീതിമക്കളെ നോക്കൂ, വസ്ത്രം തൊട്ടാൽ സൗഖ്യം വരുമെന്ന് ഈ സ്ത്രീ വിശ്വസിച്ചു. ഹല്ലേലൂയ. നോക്കൂ, 12 സംവത്സരമായിട്ട് ഇവള് ഹല്ലേലൂയ രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഒരു സൗഖ്യവും കിട്ടാതെ യേശു അപ്പനെ കുറിച്ചൊന്ന് കേട്ട് ആ വർത്തമാനം കേട്ടപ്പോൾ എൻ്റെ അപ്പന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഏറിയ വൈദ്യന്മാരാൽ കഴിയാത്തത് നോക്കൂ, ഇവിടെ ഉള്ളിൽ നിന്ന് വന്ന തീരുമാനം ഇവളെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു. നോക്കൂ പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. വീട്ടുകാരെല്ലാം മാറ്റി നിർത്തിയ വിഷയം ദീർഘകാലം ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് അവൾക്ക് അറിയുവാൻ സാധിക്കാതെ ഹല്ലേലൂയ അവൾ നെട്ടോട്ടം ഓടുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. നോക്കൂ, അപ്പനെ കുറിച്ചൊരു വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അപ്പന്റെ ഹല്ലേലൂയ വസ്ത്രമെങ്കിലും തൊടണം, എനിക്ക് സൗഖ്യമാകണമെന്ന് അവൾ വിശ്വസിച്ച് അവൾ അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. പുരുഷാരും പലരും അവളെ മാറ്റി നിർത്തി, എങ്കിലും അവൾ ഹല്ലേലൂയ അപ്പന്റെ അടുക്കൽ കടന്നു പോകണം. ആശയ്ക്ക് വിരോധമായി അവൾ ആശയോടെ വിശ്വസിച്ചു. അത് അവളുടെ ജീവിതത്തിലെ മറുപടിയായി രക്തസ്രവം നിന്നു. ഹല്ലേലൂയ. കർത്താവ് അവളെ തൊട്ടു. പ്രിയ മക്കളെ, യേശു അപ്പനെ തൊട്ടാലും നാം അപ്പനെ ഒന്ന് തൊട്ടാലും അവിടെ വിടുതല. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, വസ്ത്രത്തിലാ ഒന്ന് തൊട്ടത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലേ, നമ്മൾക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആശയ്ക്കെതിരായി ആശയോട് അവൾ വിശ്വസിച്ചത് അവൾക്ക് വിടുതലായിട്ട് മാറി. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും ദീർഘകാലമായി പ്രാർത്ഥിച്ച ഹല്ലേലൂയ വിഷയത്തിന്മേൽ മറുപടി കിട്ടാതെ ഹല്ലേലൂയ വിഷമത്തോടെ പ്രയാസത്തോടെ ഇനി ഞാൻ ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒന്നുകൂടി വരിക. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താപ്പച്ചൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി നൽകി തരും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയണ്ട, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ പിന്നീട് നമ്മളെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറയത്തില്ല. ഹല്ലേലൂയ. നീ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ജീവൻ പ്രാപിക്കില്ലെന്ന് പറയുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 100 വയസ്സാകട്ടെ, 80 വയസ്സാകട്ടെ, 90 വയസ്സാകട്ടെ, ഹല്ലേലൂയ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ തലമുറയില്ലാതെ ഭാരത്തോടിരിക്കുന്ന ഏത് വ്യക്തിയായാലും ദൈവസന്നിധി ചെല്ലേ, അവിടെ മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയാണെങ്കിൽ ഉത്തരം ഹല്ലേലൂയ, വിഷയം ഹല്ലേലൂയ വിടുതലാണ്. പ്രിയ മക്കളെ, നമുക്ക് അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി കിട്ടാതെ പ്രയാസത്തോടെ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്നപ്പ അവിടുന്ന്
മറുപടി കൊടുക്കണമേ. ഉള്ളതുപോലെ അറിയുന്നത് അപ്പനാണ്. ഹല്ലേലൂയ. അവിടുന്ന് മറുപടി കൊടുത്ത് അവിടുന്ന് സഹായിക്കണം, അത്ഭുതം ചെയ്യണം കർത്താവപ്പച്ച. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.